എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ മഹാലക്ഷ്മി പൂജ, വിഷ്ണു പൂജ, അതുപോലെ തന്നെ ഗണപതി പൂജ എല്ലാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യും. പൂർണ്ണമായ വിശ്വാസമുള്ളവർ മാത്രം കാണും. വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ എല്ലാവർക്കും ഐശ്വര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ജ്യോതിഷത്തിന് ജാതിയോ മതമോ ഇല്ല. എല്ലാ ദിവസവും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഇടുക, അറിയാവുന്നവർ. അതിലൂടെ നിങ്ങൾക്ക് പൂജകൾ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകും. അതുപോലെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഉത്രാടം, തിരുവോണം ഈ ദിവസങ്ങളിൽ സമ്പത്തിൻ്റെ അഭിഷേകം, അതുപോലെ തന്നെ സമ്പത്ത് വരുവാൻ എന്ത് ചെയ്യണം, തടസ്സങ്ങൾ മാറാൻ എന്ത് ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ മാറി, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം മാറി, നിങ്ങളുടെ സന്താനങ്ങളെയും കൊണ്ട് നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടായി, കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഈ പറയുന്ന നാളുകാർ എല്ലാം അതുപോലെ ചെയ്യുക, അവർക്കെല്ലാം ഐശ്വര്യമുണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ പ്രധാനമായും ഈ പറയുന്ന നാളുകാരിൽ എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവാൻ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളിലൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പ്രധാനമായും ആത്മവിശ്വാസം ഉണ്ടായി കഴിയുക. അതുപോലെ തന്നെ പ്രധാനമായും രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം നിങ്ങൾക്ക് ഗുണകരമായി മാറണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറയും. അതും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യമുണ്ടാകും. ആ സമ്പത്തുണ്ടാകുന്ന നാളുകാരിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാർക്ക് വെച്ചടി കയറ്റം എന്ന് പറഞ്ഞാൽ പോരാ, നല്ല ഉയർച്ചയാണ് ഈ ദിവസങ്ങളിൽ വന്നു ചേരുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രധാനമായും ഈശ്വരവിശ്വാസത്തോടു കൂടി നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ ഒരു കുടുംബാർച്ചന ചെയ്യുക. എല്ലാവർക്കും വേണ്ടി കുടുംബാർച്ചന ചെയ്താൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമ്പത്തിൻ്റെ അഭിഷേകം വരുവാൻ പ്രധാനമായും ചെയ്യുന്നത് മഹാലക്ഷ്മിയുടെ നാമങ്ങൾ ജപിക്കുക എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുവാൻ ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ അന്നദാനം നടത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാകും. അടുത്ത നാൾ എന്ന് പറയുന്നത് രോഹിണിയാണ്. രോഹിണിക്ക് ഏറ്റവും കൂടുതൽ ഐശ്വര്യമുണ്ടാകുന്ന നാളാണ് രോഹിണി എന്ന് പറയുന്നത്. രോഹിണി, മകയിരം, പൂരം എന്നീ നാളുകാർക്കെല്ലാം വെച്ചടി കയറ്റമാണ്. പക്ഷേ പൂർണ്ണമായും കിട്ടണമെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോവുകയും ദേവീക്ഷേത്രത്തിൽ തന്നെ പോവുകയും കുങ്കുമം കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചുമന്ന ഡ്രസ്സ് ധരിക്കാനും ഈ ദിവസങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ അന്നദാനം കൊടുക്കുവാനും, ഒരു വ്യക്തിക്കെങ്കിലും അന്നദാനം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് എന്തെല്ലാം കഷ്ടപ്പാടുണ്ടെങ്കിലും അതെല്ലാം ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കോടീശ്വര യോഗം പോലെ ധാരാളം ധനങ്ങൾ ഭഗവാൻ തരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ധനത്തിൻ്റെ അഭിഷേകം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഏത് വിധേനയും ധനങ്ങൾ വന്നു ചേരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി മാറും എന്നാണ് ഏറ്റവും വലിയ നമ്മളുടെ ജ്യോതിഷത്തിൽ കാണുന്നത്. അടുത്ത നാൾ എന്ന് പറയുന്നത് പൂയമാണ്. പൂയത്തിനും പൂരത്തിനും ആവിട്ടത്തിനും ഇതുപോലെ തന്നെ ചെയ്യണം. പക്ഷേ നിറത്തിൽ മാത്രം വ്യത്യാസം. ധരിക്കുന്ന ഡ്രസ്സ് നീല ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാഗരാജാവ് ക്ഷേത്രത്തിൽ പോയി മഞ്ഞപ്പൊടി കൊടുക്കുകയാണെന്നാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത്. ഈ 2 ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. അതുപോലെയുള്ള ധനങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും അന്നദാനം കൊടുക്കുവാനും ദാനധർമ്മം ചെയ്യുവാനും മറക്കരുത്. അതുപോലെ ഓം നമ ശിവായ എന്നോ ഓം നമോ നാരായണ എന്നോ ഓം ലക്ഷ്മി നാരായണ എന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമനുസരിച്ചുള്ള മന്ത്രങ്ങൾ ജപിക്കാനും 108 തവണ ജപിക്കണം. അതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവായി മാറും. അതുപോലെ തന്നെ ആഹാരങ്ങൾ വെജിറ്റേറിയനാക്കാൻ ഈ 2 ദിവസം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മനസ്സിനും ശരീരത്തിനും എല്ലാം പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രവൃത്തിയിലും നമ്മളെ തേടി പോസിറ്റീവ് എനർജി വന്നു ചേരും. എപ്പോഴും എനർജിയും ആകർഷണവും വന്നു ചേരണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ നല്ലതായിരിക്കണം, നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് നല്ലതായിരിക്കണം. ഇതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ പോസിറ്റീവ് എനർജി പൂർണ്ണമായും പലർക്കും നമ്മളെ സഹായിക്കണമെന്നും അവരുടെ ചിന്താഗതികൾ മാറ്റുവാനും നമ്മുടെ ഈ പ്രവൃത്തിയിലൂടെ സാധിക്കും. എപ്പോഴും ഈശ്വരനാമം ജപിക്കുക. അതുപോലെ നെയ്വിളക്ക് കത്തിക്കുക. വീടുകളിൽ അനിഷ്ടമുണ്ടെങ്കിൽ നെയ്വിളക്ക് കത്തിച്ച് ആ വീടുകളിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും. മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹവും വന്നു ചേരും എന്നുള്ളത്. ഈ 2 ദിവസങ്ങളിൽ ഈ പറയുന്ന നാളുകാർ ഇങ്ങനെ ചെയ്യുക. അടുത്തത് ചിത്തിരയാണ്. ചിത്തിരത്തിൽ ആയില്യത്തിന് ഇതുപോലെ തന്നെ ഐശ്വര്യങ്ങൾ വരാനുള്ള എല്ലാ സാധ്യതയും ഈ ദിവസങ്ങളിൽ നിങ്ങൾ നവഗ്രഹമുള്ള ക്ഷേത്രത്തിൽ പോയി വിളക്ക് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നീല ഡ്രസ്സ് ധരിക്കുകയും ചെയ്യണം. അതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവ് ഉണ്ടാകും എന്നുള്ളതാണ്. ഇതുവരെയുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടും എല്ലാം ഭഗവാൻ മാറ്റുവാൻ വേണ്ടി വളരെയധികം ഭഗവാന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളും
ദാനധർമ്മം ചെയ്യാൻ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ദാനധർമ്മം വളരെ കുറവാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സാമ്പത്തികമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഈ പറയുന്ന നാളുകാർക്കെല്ലാം ദാനധർമ്മം കുറവാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ആ വീടുകളിലും ആ വ്യക്തികൾക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടും. ഈശ്വരാനുഗ്രഹം വളരെയധികം കിട്ടാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ദാനധർമ്മം. മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ശത്രുസംഹാര പൂജ എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിലെ ശത്രുവിനെ നമ്മൾ ഇല്ലാതാക്കുവാൻ ആദ്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഉള്ളിലെ അസൂയയും എല്ലാം മാറ്റുക. അമിതമായ ഒന്നിനോടുള്ള ആഗ്രഹം ഇല്ലാതാകും. അർത്ഥം, ധനം, കാമമോ എന്നിവയെല്ലാം നമ്മൾ പൂർണ്ണമായും മനസ്സിൽ നിന്ന് കളയുക എന്നുള്ളതാണ്. അതിനുശേഷം പൂർണ്ണമായും നമ്മളുടെ ഒരാഗ്രഹം വെക്കുക എന്നുള്ളതാണ്. ഒന്നിനോടും അമിതമായ ആഗ്രഹമില്ലാതെ നമ്മളുടെ കഷ്ടപ്പാടുകൾ ഭഗവാനോട് പറയുക മാത്രം ചെയ്താൽ മതി. അതിലൂടെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ നമ്മുടെ ശത്രു തന്നെയാണ്. നമ്മളുടെ അമിതമായ ആഗ്രഹം, നമ്മുടെ ന്യായമായ ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിച്ചു തരും. അതുപോലെ ഈ നാളുകാരെല്ലാം ഇതുപോലെ ചെയ്യണം എന്നുള്ളത്. അടുത്ത അനിഴം എന്ന്, അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഈ ദിവസങ്ങളിൽ വളരെയധികം സമ്പത്ത്, ഗ്രഹങ്ങളുടെ മാറ്റം, ആ വ്യാഴത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഗുണകരമായി മാറും എന്നുള്ളതാണ്. അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ചോദിക്കും എല്ലാം വളരെയധികം ഈ ദിവസങ്ങളിൽ നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുവാൻ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പോയി ഒരു കൂവളത്തുമാലയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റമുണ്ടാകും. നിങ്ങൾ ദാനധർമ്മം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾക്ക് ദാനധർമ്മം വളരെ കുറവാണ്. അതുകൊണ്ടാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം ഐശ്വര്യം ഉണ്ടാകും. അടുത്തത് ഏറ്റവും നല്ല ഐശ്വര്യമുള്ള നാളുകൾ എന്ന് പറഞ്ഞാൽ കാർത്തികയാണ്. കാർത്തികയ്ക്കും തിരുവോണത്തിനും തിരുവാതിരയ്ക്കും, തിരുവോണത്തിനൊക്കെയാണെങ്കിൽ വളരെയധികം ഐശ്വര്യങ്ങൾ വരേണ്ട ദിവസമാണ്. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യമുള്ളത്. പ്രധാനമായും നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദാനധർമ്മം കൊടുക്കണം. അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും ഭഗവാന് തുളസിമാല കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഭഗവാന്റെ മന്ത്രം ഓം നമോ നാരായണ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാൻ മാറ്റിത്തരും എന്നുള്ളതാണ്. തിരുവാതിരയ്ക്കും അതുപോലെ തന്നെ ചെയ്യാം. ശിവൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക. ഓം നമഃ ശിവായ എന്ന മന്ത്രം ജപിച്ച് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോവുകയും കൂവളത്തുമാല കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഐശ്വര്യമുള്ള നാളുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ പറയുന്ന നാളുകാർക്കെല്ലാം വളരെയധികം ഐശ്വര്യങ്ങളും മഹാലക്ഷ്മിയുടെ കാരുണ്യം നിങ്ങൾക്ക് വന്നു ചേരും എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകം. അതുപോലെ രേവതിക്കും ചിത്തിരയ്ക്കും ചതയത്തിനും എല്ലാം വളരെയധികം ഐശ്വര്യങ്ങൾ ഈ ദിവസങ്ങളിൽ വന്നു ചേരും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോയി കുങ്കുമം കൊടുക്കാൻ മറക്കരുത്. അതിലൂടെ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റുവാൻ ദാനധർമ്മം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഈ പറയുന്ന നാളുകാരെല്ലാം പറയുന്നത് പോലെ ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യങ്ങൾ വന്നു ചേരുകയും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റുകയും ഭഗവാൻ ചെയ്യും. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഇട്ട് ഈ പൂജയിൽ ഉൾപ്പെടുത്തി ആണെങ്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഇടും. അതിലൂടെ നിങ്ങൾക്ക് പൂജയിൽ ഉൾപ്പെടുത്തിയാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാന്റെ കാരുണ്യവും വന്നു ചെയ്യും. കൂട്ടപ്രാർത്ഥനയിലൂടെ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് എല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാവട്ടെ. ഓം ശ്രീ മഹാലക്ഷ്മി. ഓം നമോ നാരായണ. ഓം നമഃ ശിവായ.